ബട്ടൺ സെൻഡ് സോഫ്റ്റ്വെയറിൻ്റെ അഞ്ചാമത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമുക്ക് എങ്ങനെയാണ് ഒരു വെൽക്കം മെസ്സേജ് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ വാട്സപ്പിൽ ഇതുമായി കണക്ട് ചെയ്തിട്ടില്ലേ, നോർമലി ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഇപ്പോൾ നമുക്ക് 2 വാട്സപ്പുകൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കണക്ട് ചെയ്ത് വെച്ച വാട്സപ്പുകളിലേക്ക് ആദ്യമായിട്ടൊരു മെസ്സേജ് അയക്കുന്ന ഒരാൾക്ക് ഓട്ടോമാറ്റിക്കായിട്ടൊരു വെൽക്കം മെസ്സേജ് പോകുന്ന രീതി എങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം എന്നുള്ളതാണ്. കൂടുതൽ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല, വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. ഞാൻ എഡിറ്റ് ചെയ്യാന്നുള്ള ഭാഗത്ത് വന്നു, ഞാനിത് ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. ആദ്യം ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഏത് പ്രൊഫൈലാണ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇൻസ്റ്റാൻസ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വാട്സപ്പ് അക്കൗണ്ട് എന്നുള്ളതാണ്. പിന്നീട് ചോദിക്കുന്നത് ടെക്സ്റ്റ് ഏതാണ് വേണ്ടത്, ടെക്സ്റ്റാണോ വേണ്ടത്, മീഡിയ ആണോ വേണ്ടത്, ബട്ടണാണോ വേണ്ടത് എന്നുള്ളതാണ്. ഞാനിവിടെ ടെക്സ്റ്റ് വിത്ത് മീഡിയ കൊടുത്തു. ഞാനിവിടെ ടെക്സ്റ്റുകളൊന്നും കൊടുത്തിട്ടില്ല. ടെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത് താഴെ ഭാഗത്താണ്, മീഡിയയുടെ കൂടെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മീഡിയ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ ചെയ്ത് ജസ്റ്റ് നോക്കാം. ഞാനിവിടെ ഹായ് എന്ന് കഴിഞ്ഞിട്ട് ബ്രാക്കറ്റിനുള്ളിൽ നെയിം എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ വാട്സപ്പിൽ എന്താണ് അവർ പേര് കൊടുത്തിട്ടുള്ളത് വെച്ചാൽ ആ പേര് അവിടെ വരും. ആ രീതിയിൽ അതിൻ്റെ ഒരു ക്യാപ്ഷൻ കൊടുത്താണ്. അതിൻ്റെ ഒരു മോഡൽ ഇവിടെ ഉണ്ട്. ഈ ഭാഗം കോപ്പി ചെയ്തെടുത്താൽ മതി. അതാവുമ്പോൾ നമുക്ക് എന്തായിട്ടും അവരുടെ പേര് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ സോഫ്റ്റ്വെയർ ടൈപ്പ് ചെയ്യും. എന്നിട്ട് നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഒരു വെൽക്കം മെസ്സേജാണ് കൊടുത്തിട്ടുള്ളത്. ബോൾഡും ഇറ്റാലിക്കും കാര്യങ്ങളൊക്കെ നമ്മളിതിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം അവരെ കണ്ടിന്യൂ ആയി ചാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബട്ടൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഈ ബട്ടണുകളിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഓട്ടോമാറ്റിക്കായിട്ട് മറ്റൊരു റെസ്പോൺസ് പോകുന്ന രീതിയിൽ നമ്മൾ ഓട്ടോ റീപ്ലേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഞാനിതിന് കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഒരു കസ്റ്റമർ നമുക്ക് മെസ്സേജ് അയക്കുന്നു, അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു വെൽക്കം മെസ്സേജ് പോകുന്നു. ആ വെൽക്കം മെസ്സേജിൻ്റെ താഴെ ഓപ്ഷനുകൾ കൊടുക്കുന്നതോടുകൂടി അവർ കണ്ടിന്യൂ ആയിട്ട് നമ്മളായിട്ട് ചാറ്റ് ചെയ്യുന്നു. ഇങ്ങനെ ചാറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ വാട്സപ്പിൽ ബാന് വരാനും ബ്ലോക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. നോർമലി സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ഫസ്റ്റിൽ ഒരാൾക്ക് മെസ്സേജ് അയച്ചു എന്ന് വിചാരിക്കുക. നമ്മുടെ ഫോണിൽ കോൺടാക്റ്റിൽ സേവ് ചെയ്യാത്തൊരു നമ്പറിലേക്ക് നമ്മൾ മെസ്സേജ് അയച്ചു. ഈ മെസ്സേജ് അയക്കുന്ന സമയത്ത് നമ്മൾ ലിങ്കോ അതല്ലെങ്കിൽ മൊബൈൽ നമ്പറോ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്നും അവർക്ക് വിസിബിൾ ആവില്ല. സാധാരണ നോർമൽ ഒരു ടെക്സ്റ്റ് പോലെയാണ് വരിക. തിരിച്ച് അവരെന്തെങ്കിലും ഒരു മെസ്സേജ് അയച്ചാൽ മാത്രമായിരിക്കും അവർക്കത് വിസിബിളായിട്ട് വരും. പക്ഷേ ബട്ടണുകൾ കൊടുക്കുന്നതോടുകൂടി ആ ബട്ടൺ എന്നുള്ളൊരു കാര്യത്തിൽ അവർ ക്ലിക്ക് ചെയ്യുന്നാൽ, ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി തന്നെ നമുക്ക് ആ ഒരു കസ്റ്റമർ ഭാഗത്തുനിന്നൊരു ക്ലിക്ക് കിട്ടിയാൽ വാട്സപ്പിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രോപ്പറായിട്ടുള്ളൊരു മെസ്സേജാണ് ചെയ്തത് എന്ന് വാട്സപ്പിൻ്റെ ബോട്ട് റീഡ് ചെയ്യും. നോർമൽ കുറേ മെസ്സേജുകൾ അയച്ച് നമുക്ക് ഒരു റീപ്ലൈയും വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടുകളൊക്കെ വളരെ പെട്ടെന്ന് ബാൻ ചെയ്യും. പക്ഷേ ബട്ടണുകൾ സംബന്ധിച്ചിടത്തോളം നോർമലി ഏതെങ്കിലും ഒരു ബട്ടണിൽ ഏതെങ്കിലും ആളുകൾ ക്ലിക്ക് ചെയ്യാതിരിക്കില്ല. പൊതുവെ ഇപ്പം ഞാൻ ബട്ടൺ ഇല്ലാതെ മെസ്സേജ് അയക്കുന്ന സമയത്തും ബട്ടണോട് കൂടി മെസ്സേജ് അയക്കുന്ന സമയത്തും ഞാനത് കറക്റ്റ് മനസ്സിലാക്കാറുണ്ട്. ബട്ടൺ വെച്ച് മെസ്സേജ് അയക്കുകയാണെങ്കിൽ പലരും നമ്മൾ കൊടുക്കുന്ന ഏതെങ്കിലും ഇപ്പോൾ ടുഡേ ഓഫർ അല്ലെങ്കിൽ ബെസ്റ്റ് ഓഫർ അല്ലെങ്കിൽ ബിഗ് ഓഫർ എന്നൊക്കെ കൊടുത്താൽ അതിലെങ്കിലും ആൾക്കാർ ക്ലിക്ക് ചെയ്യും. ചില ആൾക്കാർ വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവും, ചില ആളുകൾ നമ്മുടെ കോൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അവരായിട്ടുള്ളൊരു ചാറ്റ് നമുക്ക് കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ ബട്ടണുകൾ ആഡ് ചെയ്യുമ്പോൾ ഒരു നല്ല അട്രാക്റ്റീവായിട്ടുള്ള കണ്ടൻറ്റുകൾ കൊടുത്ത് അവരെ കണ്ടിന്യൂ ആയിട്ട് ചാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ബ്ലോക്കും ബാനും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതേ രീതിയിൽ ആദ്യം നമ്മൾ വരേണ്ട രീതി ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഇവിടെ ആഡ് വെൽക്കം മെസ്സേജ് എന്നുള്ള ഭാഗത്ത് വരാം. ഇവിടെ എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രൊഫൈൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. നേരത്തെ പോലെ തന്നെ പ്രൊഫൈൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. 10 പ്രൊഫൈലിന് ഒരേ വെൽക്കം മെസ്സേജ് മതി എന്നുണ്ടെങ്കിൽ ആൾ ഇൻസ്റ്റാൻസ് എന്നുള്ളതിൽ ടിക്കറ്റ് കൊടുത്താൽ മതി. സെപ്പറേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. അതിന് ശേഷം ടെക്സ്റ്റ് വിത്ത് മീഡിയ ബട്ടൺ. നേരത്തെ ചോദിച്ച അതേ ചോദ്യങ്ങളാണ്. മുൻപ് നമ്മൾ എങ്ങനെയാണോ മെസ്സേജും കാര്യങ്ങളൊക്കെ ടെക്സ്റ്റ് അല്ലെങ്കിൽ ടെംപ്ലേറ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അതേ രീതിയിൽ തന്നെയാണ് മെസ്സേജ് സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. അതിന് ശേഷം ഇവിടെ വന്നിട്ട് അത് ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ ഇതേ രീതിയിൽ അത് കാണും. ഓക്കെ. ഇനി ഓട്ടോ റീപ്ലൈ എന്ന ഭാഗത്തു കൂടി നമുക്ക് പോകാം. ഓട്ടോ റീപ്ലൈയിൽ ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് കണ്ടല്ലോ, ടുഡേ ഓഫർ എന്നുള്ളത് ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ മെസ്സേജ് അയക്കുന്ന ഒരാൾ എൻ്റെ ബട്ടണിൽ ടുഡേ ഓഫറിൽ ക്ലിക്ക് ചെയ്താൽ അയാൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു മെസ്സേജ് പോകും. ഞാനിവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു മെസ്സേജ് അദ്ദേഹത്തിന് പോകും. വീണ്ടും ഞാൻ അതിന് താഴെ എന്ത് ചെയ്തിട്ടുണ്ട്, ബട്ടണുകൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഐ നീഡ് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ്, ഡെമോ വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ബട്ടണുകൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു കസ്റ്റമറെ കണ്ടിന്യൂ ആയി ചാറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ
നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ബട്ടണുകളും കണ്ടൻറ്റുകളും ആഡ് ചെയ്തുകൊണ്ട് അവരെ ഒരു സെയിൽസ് കൺവേർഷനിലേക്ക് അവരെ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്ന് മാക്സിമം ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ് ശരിക്കും നമ്മുടെ മാക്സ് ഡിജിറ്റലിൻ്റെ ഈ ഒരു സോഫ്റ്റ്വെയർ. ഓക്കെ, അപ്പോൾ ഓട്ടോ റീപ്ലൈയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഓട്ടോ റീപ്ലൈയിൽ തന്നെ ഒരു ചാറ്റ് കഴിഞ്ഞാൽ അടുത്തൊരു ചാറ്റിലേക്ക് വീണ്ടും അവരെ കൊണ്ടുപോകും. ഇപ്പോൾ ഇതിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നമ്മൾ ബട്ടൺ സെൻറ്ററിൻ്റെ മെസ്സേജാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഈ ബട്ടൺ സെൻറ്ററിൻ്റെ മെസ്സേജിൻ്റെ താഴെ വീണ്ടും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ വീണ്ടും അടുത്തൊരു മെസ്സേജിലേക്ക് പോകും. അടുത്തൊരു മെസ്സേജ്, ഇത് കണ്ടിന്യൂ ആയിട്ട് അവരെങ്ങനെ അതിൽ നമുക്ക് ചാറ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ, അതാണ് ഓട്ടോ റീപ്ലൈ അതുപോലെ തന്നെ വെൽക്കം മെസ്സേജ് എന്നുള്ളത്. ക്ലിയർ ആവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുമായി ചാറ്റ് ചെയ്യാം. താങ്ക് യു.